നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിനുവേണ്ടി ഞാൻ 2-3 മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി 3 ഇഞ്ച് നീളത്തിൽ, അതായത് ഒരു വിരൽ നീളത്തിൽ മുറിച്ചിട്ട് നെടുകെ പിളർന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി, അതൊരു 2-3 അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ ഒരു 2-3 പച്ചമുളക് നെടുകെ നീളത്തിൽ കീറിയതാണ്. പിന്നെ മുളക് പൊടി, ഉപ്പ് പൊടി, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന്. പിന്നെ വെളിച്ചെണ്ണ, അല്പം വെള്ളം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ അടുപ്പയിലേക്ക് വെക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഈ പാനിലേക്ക് വെക്കാം. മുരിങ്ങയ്ക്ക, ഉള്ളി, പച്ചമുളക്. ഇത്രയും വെള്ളം മതിയാ. മുരിങ്ങയ്ക്കൊക്കെ അധികം വേവുള്ളതല്ല. കുറച്ചുപ്പ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് നന്നായി തിളച്ച ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് മതിയാവും ഇത് വേകാൻ. ഞാനിത് ഇടയ്ക്ക് തീ മീഡിയത്തിലിട്ടിരുന്നു. പിന്നെ ഒരു 2-3 തവണ ഇതിടയ്ക്ക് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ കിടന്ന് ഈ ഉള്ളിയൊക്കെ കൂടി ഒന്ന് മൂക്കണം, ഒന്ന് മൊരിയണം. അതാണ് അതിൻ്റെ പാകം. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന് ചേണ്ട വീട്ടിൽ നിന്നാണ്. അവിടെ ചേണ്ട അമ്മച്ചിയൊക്കെ ഇത് സ്ഥിരം വെച്ചുകൊണ്ടിരുന്ന ഒരു മെഴുക്കുവരട്ടിയായിരുന്നു. ഇപ്പം ഇവിടെ ഞങ്ങൾ സ്ഥിരം വെക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഈ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് അല്പം മുളക് പൊടി ഇടാം. ഒരു 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് എരിവ് ആവശ്യത്തിന് അത് നോക്കി വേണം മുളക് പൊടി ഇടാൻ. ഇനി ഈ മുളക് പൊടി ഒന്ന് മൂത്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഈ മെഴുക്കുവരട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.